അപ്പോൾ നമ്മുടെ ട്രംപ് സാറ് ടാരിഫിൻ്റെ പേരിൽ ലോകത്തിലെ മാർക്കറ്റുകളെ എല്ലാം ഇടിച്ച് ചമ്മന്തിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് നമ്മളിൽ കുറേ പേരൊക്കെ ഒരു മോഹമുണ്ടല്ലോ. പണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇൻ ദ മാർക്കറ്റ് ഈസ് ഫിയർഫുൾ ബി ഗ്രീഡി, വാറൻ ബുഫെ പറഞ്ഞ കാര്യം. ആ ഒരു സമയം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഗ്രീഡി ആണെങ്കിലും നമ്മുടെ ലെവൽ വിടരുത് കേട്ടോ. അന്നേരം അനാവശ്യമായിട്ട് ഓവർ ഗ്രീഡ് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇച്ചിരി ലെവൽ വെച്ചാണ് നമ്മൾ ഗ്രീഡി ആയിക്കൊണ്ടിരിക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അന്നേരം പലരും എന്നോട് ചോദിച്ചു, ഇപ്പോൾ ലംസം ഇടുവാനുള്ള സമയമല്ലേ, നമുക്കൊന്ന് ലംസം ഇട്ടാലോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം ചോദിച്ചു. അതിന് മറുപടി ഈ എപ്പിസോഡിൽ തന്നെ കാണും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് എപ്പിസോഡ്. അപ്പോൾ ഇന്ന് നടന്ന ആ സംഭവമില്ലേ, അതിനാണ് ട്രൂ ബ്ലഡ് ബാത്ത് എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് ബ്ലഡൊന്നുമില്ല. നമ്മുടെ ഇൻഡെക്സ് അങ്ങോട്ട് മറിഞ്ഞു വീഴുമ്പം പല സ്റ്റോക്സ് പടപടോന്നാണ് വീഴുന്നത്. നമ്മുടെയൊക്കെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര പെർസെൻറ്റേജ് ഇടിഞ്ഞ് താഴെ വീണിട്ടുണ്ടെന്നുള്ള കാര്യം. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഇൻഡെക്സിനെക്കാട്ടിലും കൂടുതൽ ഇടിഞ്ഞ് വീണതുകൊണ്ട് നിങ്ങളുടെ സ്റ്റോക്സ് മോശമാണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഡൈനമിക് സ്റ്റോക്സ് പലതും ഇൻഡെക്സ് നിഫ്റ്റിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്റ്റേബിളായിട്ടുള്ള ഇൻഡെക്സാണ്. പക്ഷേ ഇച്ചിരൂടും കൂടുതൽ റിട്ടേൺ കിട്ടണമെങ്കിൽ നമ്മൾ നിഫ്റ്റിയിൽ നിന്ന് മാറി നെക്സ്റ്റ് 50 അങ്ങനെയൊക്കെയുള്ള സ്റ്റോക്സ് ഉണ്ട്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും അങ്ങനെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വരും. അന്നേരം ആ ഫിഗർസ് കണ്ടിട്ട് നിങ്ങൾ പരിഭ്രാന്തപ്പെടരുത്. നിങ്ങൾ ബെസ്റ്റായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കുക. വീണ്ടും ഡിമാറ്റ് അക്കൗണ്ട് പോയി തുറന്ന് നോക്കിയിട്ട് എത്ര വീണമെന്നൊന്നും അന്വേഷിച്ചിട്ട് ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് മാർക്കറ്റിൽ നടക്കുന്ന ഒരു സംഭവങ്ങളാണ്. ഇത് കഴിഞ്ഞ കോവിഡിലും നടന്നു, അങ്ങനെ ഡിപ്രഷൻ്റെ സമയത്തും നടന്നു, 2008 നടന്നു, അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ സമയം ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോ പോലെ ഈ സമയം നമുക്ക് സ്റ്റോക്സ് ശേഖരിക്കുവാൻ പറ്റിയ ഒരു സമയമാണ്. അന്നേരം നമ്മുടെ ചില പ്രേക്ഷകർ ഇപ്പം ചോദിച്ചു, അയ്യോ മാർക്കറ്റ് അതിഭയങ്കരമായിട്ട് വീണു പോയിട്ടുണ്ടല്ലോ, നമുക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് ലംസം ഇടാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു വിചാരം, ഇപ്പോൾ ലംസം ഇടേണ്ട സമയമായില്ല. ഒരു ദിവസം ഓർ 2 days ഫ്രം ട്രംപ് അങ്ങോട്ട് ടാരിഫ് അനൗൺസ് ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ആ റിയാക്ഷൻ്റെ മേളിൽ നമ്മൾ കാര്യമായിട്ടുള്ള നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹ്യൂജ് എമൗണ്ടിൽ നടത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് മാർക്കറ്റ് ബോട്ടം ഔട്ടായിട്ടുണ്ടോ? ഇല്ല. ബോട്ടം ഔട്ട് ആകാത്തത് കൊണ്ട് ഇന്ന് നമ്മൾ വിചാരിച്ചോ ആരെങ്കിലും കൊണ്ട് ഒരു ലംസം കൊണ്ടിട്ടു, നാളെ ഇതിനെക്കാട്ടിലും താഴോട്ടാണ് പോകുന്നത്, മറ്റേനാൾ അതിനേക്കാട്ടിലും താഴോട്ടാണ് പോകുന്നത്. ഇതെവിടാണ് ചെന്ന് ബോട്ടം ഔട്ട് ആകുന്നത് നിങ്ങൾക്കറിയാമോ? അങ്ങനെയാണ് നമുക്ക് അറിയേണ്ട കാര്യം. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ വീഡിയോ അതിനു വേണ്ടിയുള്ളതല്ല. സോ ലെറ്റ്സ് നോട്ട് ഗെറ്റ് ഇൻവോൾവ് ഇൻ ടു ദാറ്റ്. ഇന്നത്തെ മാർക്കറ്റ് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ മാർക്കറ്റിനകത്ത് എങ്ങനെയായിരുന്നു ബിഹേവിയർ എന്നുള്ള കാര്യം. ഇത് കണ്ടോ, ഇത് നമ്മുടെ നിഫ്റ്റി സെൻസെക്സിൻ്റെ ചാർട്ടാണ്. ഇതിനകത്ത് കഴിഞ്ഞ ഫ്രൈഡേ വന്ന് നിന്ന ആ ഒരു ലെവലാണിത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഓപ്പൺ ചെയ്ത് ഏത് ലെവലിൽ നിന്നാണെന്നറിയും, ഈ ലെവലിൽ നിന്നാണ് ഓപ്പൺ ചെയ്തിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റ്, നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈ ലെവലിൽ വീണിട്ടും ക്ലോസ് ആയത് എവിടെയാണ്? ഈ ലെവലിലാണ്. സോ ഇറ്റ്സ് ഹാസ് എ ടെൻഡൻസി ടു ഗോ അപ്പ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് ടെൻഡൻസി അങ്ങോട്ടാണ്, വടക്കോട്ട് പോകാനായിട്ടാണ്, ഗോയിങ് അപ്പ്. അന്നേരം ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകണം, ഇത് ട്രേഡേഴ്സ് മാർക്കറ്റാണ്, ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റല്ല. ഇപ്പോൾ ഇതിനകത്ത് തന്നെയല്ല, മറ്റേ നമുക്കിപ്പോൾ വേറെ ഒരെണ്ണത്തിനകത്തോട് പോയി നോക്കാം. ഇപ്പം നിഫ്റ്റി ഒന്ന് നോക്കാം. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കിയാലോ, നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ബാങ്ക് ഇൻഡെക്സിനകത്തും ഇതേ കേസ് തന്നെയാണ്. ഇറ്റ് ഓപ്പൺസ് ദ ലോവസ്റ്റ്, എന്നിട്ടാണ് റൈസ് ചെയ്ത് പോയത്. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെയും താഴെ പോയിട്ട് പിന്നെ മുകളിലോട്ട് പോയി. അങ്ങനെയാണ് ഇപ്പോഴത്തെ ആ സെറ്റപ്പ്. ഇപ്പോൾ ലോകത്തിലെ എല്ലാ ഇൻഡെക്സും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നാസ്ഡാക്ക് ഇപ്പോൾ ഇച്ചിരി ഒരു ഇറ്റ്സ് ഗോയിങ് എ ലിറ്റിൽ ബിറ്റ് പോസിറ്റീവ്. S&P സ്വല്പം പോസിറ്റീവായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ വോളറ്റൈലിറ്റി ഇൻഡെക്സ് പിക്സ് ഇത് ഭയങ്കര ഹൈ. അതിൻ്റെ അർത്ഥം ഹൈലി വോളറ്റൈലാണ് മാർക്കറ്റ്സ്.
അന്നേരം ഈ സിസ്റ്റത്തിനകത്ത് ഇപ്പം ചില ഇൻഡെക്സൊക്കെ ഒന്ന് ബോധം പ്രാപിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് പെർമനൻ്റായി അങ്ങ് കിടക്കുക എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണ്ട. ബിക്കോസ് ഇത് വീണ്ടും താഴോട്ട് തന്നെ ഇടിഞ്ഞു പോകും. ഇപ്പോൾ നമുക്ക് ഇത് ബോട്ടമിങ് ഔട്ട് എപ്പോൾ നടക്കുമെന്നുള്ള കാര്യം ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റത്തില്ല. അന്നേരം ലെറ്റസ് വെയിറ്റ് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് ഇനിയും സ്റ്റീപ്പായിട്ട് ഇനിയും താഴോട്ട് പോകുമോ അതോ അവിടെയൊക്കെ തന്നെ ആടിപ്പാടി നിൽക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അന്നേരം അറിയാം. പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലപോലെ നടത്തണമെന്നുള്ള ഒരു ചിന്തയിലുണ്ടെങ്കിൽ ഞാൻ 2 ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ SIP ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അന്നേരം SIPക്കകത്ത് മാർക്കറ്റ് ഇത്രമാത്രം വീണ സ്ഥിതിക്ക് നിങ്ങളുടെ SIP എമൗണ്ട്സ് നിങ്ങൾക്ക് ഡബിൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു SIP നമ്മളൊരു 10,000 റുപ്പീസ് മന്ത്ലി ഇടുന്നതെന്ന് വിചാരിച്ചോ. അന്നേരം അതേ SIP ഈ മാസത്തേക്ക് നമ്മുടെ കോട്ട വരുമല്ലോ, അടുത്ത മാസം കോട്ട വരുമല്ലോ. അന്നേരം എല്ലാ 10,000-നെ അങ്ങ് 20,000 ആക്കിക്കോ. സോ ഏതായാലും താഴോട്ട് കിടക്കുകയല്ലേ, അടുത്തൊരു 20,000 വന്നുകൊണ്ടിരിക്കുമ്പം ഈ ഇൻഡെക്സ് കറങ്ങി ഇത് ഈ ലെവലിൽ തന്നെ വരും, ഇന്ന് നിൽക്കുന്ന ആ ലെവലിൽ തന്നെ വരും. അന്നേരം വരെ നമ്മൾ ഈ 10 ഇട്ടതിന് പകരമായിട്ട് 20 ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വാട്ട് ആർ വി ഗെയിനിങ്? നമ്മൾ ലോവർ ഈ ബോട്ടമിൽ നമ്മൾ നല്ലപോലെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അത് പിന്നെ നമ്മൾ ഈ ലെവൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ 10,000 നാച്ചുറലി അങ്ങോട്ടങ്ങ് പോക്കോട്ടെ, അത് പ്രശ്നമല്ല. അങ്ങനെ നമുക്ക് നമ്മുടെ കോർപ്പസിനകത്ത് ഒരു ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റും ഒരു എക്സ്ട്രാ എമൗണ്ട്. പിന്നെ നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ചില സെക്ടർസ് ഇപ്പോൾ നമുക്ക് കാണാം, FMCG സെക്ടർസും ചില കൺസ്ട്രക്ഷൻ സെക്ടർസിലും അങ്ങനെയൊക്കെയുള്ള ചില സെക്ടർസിൽ ഈ വീഴ്ച അല്ലെങ്കിൽ ടാരിഫിൻ്റെ വീഴ്ച വലിയതായിട്ട് എഫക്റ്റ് ആയിട്ടില്ല. അവിടെ നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റോക്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ് മോർ മണി ഇൻ ടു ദാറ്റ്. ബിക്കോസ് അത് ഓൾറെഡി ഈ കറക്ഷനകത്ത് ഒരു നല്ലൊരു ലെവലിൽ വന്ന് കിടപ്പുണ്ട്. അന്നേരം ഇപ്പോഴത്തെ ഈ വീഴ്ചക്കകത്ത് അത് വലിയതായിട്ട് ഇമ്പാക്റ്റ് ആകത്തില്ല. മേ ബി യു ക്യാൻ വെയിറ്റ് ഫോർ അനദർ 1 more week. വലിയതായിട്ട് ഇമ്പാക്റ്റ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങളുടെ സർപ്ലസ് മണി അങ്ങോട്ട് ഇടാം. പക്ഷേ ഒരിക്കലും നമ്മുടെ ആ ലംസം എമൗണ്ട് ഇല്ലേ ഇപ്പോൾ ഇടേണ്ട സമയമായില്ല, അത് ഇച്ചിരൂടും താഴെ വന്നിട്ടേ നമുക്ക് ഇടാവൂ. സോ വെയിറ്റ് ടിൽ വി ഓൾ ഗെറ്റ് ഇൻ ടു ആൻ എഗ്രിമെൻറ്റ്. ഇപ്പം ശരിയായ ഒരു സമയമായി, ഇപ്പം നമുക്ക് ലംസം ഇടാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റ് നമുക്ക് തന്നെ ഒരു ഫീലിംഗ് വരും. പല കമൻട്രി ഒക്കെ കാണുമ്പോഴത്തേക്ക് അവരുടെ ലോജിക്കൊക്കെ നോക്കണം. എന്നിട്ട് മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് നമ്മുടെ ചാർട്ട്സൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം അതൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും, യെസ് ഇറ്റ്സ് ദ ടൈം. അതുകൊണ്ട് ജസ്റ്റ് വെയിറ്റ് ഫോർ ദ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇറ്റ് വാസ് എ വെരി ഷോർട്ട് വീഡിയോ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലൈക്ക് ഇറ്റ്. എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. Till we meet again. Peace.